എബ്രായ ലേഖനം 13 1 തുടങ്ങിയിട്ട് 6 വരെയുള്ള വാക്യം വായിച്ചു. ഹീബ്രൂസ് ചാപ്റ്റർ 13 വേഴ്സ് 1 to 6. സഹോദരപ്രീതി നിലനിൽക്കട്ടെ. ചിലർ അതിനാൽ സഹോദരപ്രീതി നിലനിൽക്കട്ടെ. അതിഥി സൽക്കാരം മറക്കരുത്. അതിനാൽ ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ. നിങ്ങളും തടവുകാർ എന്ന പോലെ തടവുകാരെയും നിങ്ങളും ശരീരത്തിൽ ഇരിക്കുന്നവരാകയാൽ കഷ്ടമനുഭവിക്കുന്നവരെയും ഓർത്തുകൊള്ളുവീൻ. വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ. എന്നാൽ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവീൻ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരുളിച്ചെയ്തിരിക്കുന്നുവല്ലോ. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. ആമേൻ. സ്തോത്ര. ഹല്ലേലൂയ. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഫെബ്രുവരി ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് ഇവിടെ സഹോദരപ്രീതി നിലനിൽക്കട്ടെ, അതിഥി സൽക്കാരം മറക്കൽ എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് ശരീരത്തിലിരിക്കുന്ന കഷ്ടവനെ ഓർത്തുള്ളവർ ഇതൊക്കെ പറയുമ്പം അതെല്ലാം പറഞ്ഞു വന്നിട്ട് 5-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നു. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവിൻ. നമ്മളെപ്പോഴും പറയാറുണ്ടെന്നറിയാം, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ എന്ന്. പക്ഷെ ഇത് ആരോടാണ് അരുളി ചെയ്തിരിക്കുന്നതിന് അതിന് മുമ്പുള്ള ഒന്നും അടങ്ങിയിട്ട് പറഞ്ഞേക്കുന്ന വാക്യങ്ങൾ വായിക്കണം. ആമേൻ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല. ഇത് നമ്മൾ എപ്പോഴും എടുത്തു പറയും. ദൈവം നമ്മൾ പറഞ്ഞിട്ട് ഒരു നാൾ എന്നെ കൈവിടത്തില്ല, ഒരു നാൾ എന്നെ ഉപേക്ഷിക്കത്തില്ല. ഇത് ആരോടാണ് പറഞ്ഞേക്കുന്നത്? ഹല്ലേലൂയ. 1-ാം വാക്യത്തിൽ പറഞ്ഞ സഹോദരപ്രീതി നിർത്തുന്നവർ, അതിഥി സൽക്കാരം ചെയ്യുന്നവര്. അപ്പൊ നമ്മൾ അതിഥി സൽക്കാരം ചെയ്ത എക്സാമ്പിൾ എടുത്തെഴുതി. അതിനാൽ ചിലർ ദൈവദൂതന്മാരെ ദൈവദൂതൻ സൽക്കരിച്ച ആരാണ്? അബ്രഹാം, അല്ലേ? അബ്രഹാം ഇരിക്കുമ്പോൾ 3 പേര് വരുന്ന കണ്ടിട്ട് ഹല്ലേലൂയ അവരെ സൽക്കരിച്ചു. അന്ന് ഹല്ലേലൂയ അതെല്ലാം കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത്, അടുത്ത വർഷം വരുമ്പോൾ ഇതേ സമയത്ത് ഒരു കുഞ്ഞുണ്ടാവും എന്ന് പറഞ്ഞിട്ട് പോയത്. ഹല്ലേലൂയ. അപ്പം നമ്മൾ അറിയാണ്ട് ആണെങ്കിലും ദൂതന്മാരെ സൽക്കരിച്ചെന്ന് പറയുമ്പോഴത്തേന് നമ്മുടെ വീട്ടിൽ ആര് കയറി വന്നാലും ഹല്ലേലൂയ നമ്മൾ അത് നമ്മുടെ സഹോദരങ്ങൾ കാണുമ്പോൾ അവിടെയൊക്കെ നമ്മൾ കാണാൻ വെച്ചാൽ മറ്റുള്ളവരെ സൽക്കരിക്കുന്നതിലും അവരോട് സ്നേഹം കാണിക്കുന്നതിലൊക്കെ നിൽക്കും. എന്നിട്ട് അടുത്ത് പറയും, നിങ്ങളും തടവുകാർ എന്ന പോലെ തടവുകാരെയും നിങ്ങളും ശരീരത്തിരിക്കുന്നതിനെ കഷ്ടമനുഭവിക്കുന്ന ഓർത്തുകൊള്ളുവേ. അപ്പൊ നമ്മള് തടവുകാരാണെങ്കിൽ തടവുകാരി ശരീരത്തിരിക്കുന്നവരാണെങ്കിൽ, അപ്പൊ നമ്മൾ ഈ ജഡത്തിലാണ് നമ്മൾ വസിക്കുന്നതെങ്കിൽ, ഈ ജഡത്തിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ കഷ്ടം അനുഭവിക്കുന്നവരെ കാണുമ്പോൾ ഹല്ലേലൂയ അവരെ ഓർക്കണം. ഇതൊക്കെ പറഞ്ഞിട്ട് അടുത്തത് ഹല്ലേലൂയ വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ. അപ്പൊ വിവാഹിതരെല്ലാവരുടെയും കിടക്ക നിർമ്മലമായിരിക്കണം, അശുദ്ധമാക്കരുത്. അടുത്ത് പറയുന്നുണ്ട്, എന്നാൽ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. ഹല്ലേലൂയ. അപ്പൊ ദുർനടപ്പും വ്യഭിചാരും ദൈവം വിധിക്കുന്ന 2 കുറ്റങ്ങൾ തന്നെയാണ് ഇവിടെ എടുത്തെഴുതുന്നത്. ഇത് കഴിഞ്ഞിട്ടാ പറയുന്നത്, നിങ്ങളെ നടപ്പ് ദ്രവ്യാഗ്രഹം ഇല്ലാത്തത് ആയിരിക്കട്ടെ. അപ്പം ഇന്ന് നമ്മൾ കാണുന്ന സ്വസ്നേഹവും ദ്രവ്യാഗ്രഹവും ഈ ദ്രവ്യാഗ്രഹം ഉള്ളവരോട് കർത്താവ് തുണ നിൽക്കത്തില്ലെന്ന് അവിടെ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹം ഇല്ലാത്തതായിരിക്കട്ടെ വെച്ചാൽ നിങ്ങൾ പണത്തിന് വേണ്ടിയിട്ട് ഹല്ലേലൂയ മുൻതൂക്കം കൊടുക്കാത്തവരായിരിക്കണം. അങ്ങനെ അങ്ങനെയുള്ളവരെ ദ്രവ്യാഗ്രഹം ഇല്ലാത്തവർക്കാണ് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവർക്കാണ് ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുള്ളൂ. അപ്പൊ നമ്മുടെ ദൈവം ആരോടാണ് ഒരു നാളും കൈവിടത്തില്ല ഉപേക്ഷിക്കത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ദ്രവ്യാഗ്രഹമില്ലാത്തവര് നമ്മുടെ നടപ്പ് നന്നായിരിക്കുന്നവര് ഹല്ലേലൂയ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവര്. ചിലർക്കല്ലേ എത്ര കിട്ടിയാലും മതിയാകത്തില്ല, പോരാ പോരാ പോരാ. പക്ഷെ അങ്ങനെ നമുക്ക് പറയാം, ഒറ്റ കാര്യത്തിൽ മാത്രമേ അത് പറയാൻ ദൈവം പറഞ്ഞിട്ടുള്ളൂ. ഏത് കാര്യത്തിലാ? എനിക്കിത് പോരാ, എത്ര കിട്ടിയാലും തൃപ്തിയാകരുതെന്ന് പറഞ്ഞത് ഒറ്റ കാര്യത്തില്ല. എന്തിലാ?
പരിശുദ്ധാത്മാവിന്റെ കരുത്ത്. യെസ്, പരിശുദ്ധാത്മാവിനെ എത്ര ലഭിച്ചാലും നമ്മൾ ഇത് പോരാ, ഇത് പോരാ. നിങ്ങൾ ആത്മാവിൽ ദരിദ്രരായ ഒരു ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞേക്കുന്നത് ആത്മാവിൽ നമുക്ക് പറയപ്പോഴും ഹല്ലേലൂയ കർത്താവേ, ഇത് പോരാ, ഇത് പോരാ, ഇത് പോരാ, എനിക്ക് ഈ കൃപ പോരാ, ഈ ശക്തി പോരാ, ഈ ബലം പോരാ, ഇതൊക്കെ പറയാം. പക്ഷേ ഇത് ബാക്കിയുള്ളതിലൊക്കെ അത് പറയാനല്ല ദൈവം പറഞ്ഞേക്കുന്നത്. പക്ഷെ ഇന്ന് പലരും എന്താ പറഞ്ഞേ, എത്ര കിട്ടിയാലും പോരാ 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 എന്ന് പറയുന്നത് മറ്റു പലതിലുമാണ്. ഹാലേലിയ, ആമീൻ. അപ്പൊ ഇവിടെയൊക്കെ നമ്മളുടെ ഇവിടെ അങ്ങനെയുള്ളവരോട് അധികം പറയുന്നത്, ഞാൻ ആരെ ഇത് പറഞ്ഞേക്കുന്നത്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഈ അഖിലാണ്ടത്തെ ഉടവനായ സാക്ഷാൽ സർവശക്തനായ രാജാതി രാജാവും കർത്താതി കർത്താവായ സർവത്തെയും തന്റെ വാക്കിനെ ഉളവാക്കിയ ദൈവമാണ് പറഞ്ഞെങ്കിൽ ഹാലേലിയ, ആ ദൈവത്തിന്റെ വാക്ക് കേട്ട് ആമീൻ അത് അനുസരിക്കുന്നവരല്ലേ ബുദ്ധിമാന്മാര്. ആമേ. അപ്പൊ മറ്റുള്ളവരെ കുറിച്ച് എനിക്കിത് പോരാ, അല്ല അത് ഇത് ഇതിന്റെ പിന്നാലെ ഓടേണ്ട കാര്യമല്ല. ദൈവം പറയാ, കുഞ്ഞ നീ ഇരിക്കുന്നിടത്ത് നീ ഇരിക്കും. ഹല്ലേലൂയ. എലിയാവിനെ കൊണ്ടത് കെരീത്ത് തോട്ടിൽ അരികിൽ കൊണ്ടിരുത്തിയിട്ട് പറഞ്ഞു, അവിടെ കൊണ്ടിരുന്ന പറയും, നീ ഇവിടെ ഇരുന്നോണം, നിനക്ക് കഴിക്കാനുള്ള ഞാൻ കൊണ്ടുതരാം. അപ്പൊ എലിയാവ് അവിടെ നിന്ന് ചോദിച്ചത്, എനിക്ക് ഇടയ്ക്ക് വിശന്ന എന്തോ ചെയ്യും? ഹാലലിയ, എനിക്ക് കിടക്കാൻ ഉറങ്ങുമ്പോൾ ഇവിടെ മഴ പെയ്ത എന്തോ, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുമ്പോൾ ഹാലലിയ വെയിലടിച്ച് എന്തോ ചെയ്യും? ഇപ്പൊ ഭയങ്കര മഞ്ഞും മഴയും പെയ്യത്തില്ല തോന്നുന്നു, അപ്പൊ പിന്നെ ഭയങ്കര ചൂടായിരിക്കുമല്ലോ. അപ്പൊ എനിക്ക് ആ പ്രൊട്ടക്ഷൻ ഉണ്ട്, ഒന്നും ചോദിച്ചില്ലല്ലോ. ദൈവം ഒരു ദിവസമെങ്കിലും അവിടെ അപ്പം ഇറച്ചി വരാതിരുന്നെന്ന് വല്ല എഴുതിയിട്ടുണ്ട്. അത് കാക്ക അങ്ങ് ഒരു ദിവസം കൊടുത്തിട്ട് അപ്പൊ കാക്കയെ വഴിക്ക് കൊണ്ടുവച്ച് തിന്നെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. കാരണം എന്താട്ടെ, കർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ അത് നിവർത്തിപ്പാൻ ശക്തനാണെന്നേ. നമ്മുടെ ദൈവം വെറുതെ വാക്ക് പറയത്തില്ല. ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ലെന്ന്, ഞാൻ നിന്നെ കൈവിടത്തില്ലെന്ന്, ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ലെന്ന് പറഞ്ഞാൽ ദൈവം കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല, അത് ഉറപ്പായിട്ട് ചെയ്യത്തില്ല. ഹാലില്ല. കാരണം ദൈവത്തിന് ഹാലില്ല. അപ്പൊ ദൈവത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ നമ്മൾ ഈ കൃത്രിമം കാണിക്കാനും കള്ളം പറയാനും അല്ലാതെ വേറെ ഏതെങ്കിലും മാർഗത്തിൽ കൂടെ എങ്ങനെയെങ്കിലുമൊക്കെ സമ്പാദിക്കാനൊന്നും പോകത്തില്ല, അല്ലേ? കാണാൻ എന്താ ദൈവം പറഞ്ഞിട്ടുണ്ട്, എന്നെ കൈവിടത്തില്ലെന്ന്, എന്നെ ഉപേക്ഷിക്കത്തില്ലെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞാനെന്തിനാ പോയിട്ട് എന്തെങ്കിലും തരികിട കാണിച്ചിട്ട് എന്തെങ്കിലും സ്വന്തമാക്കാൻ നോക്കുന്നത്? അതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. അടുത്ത വാക്യം 6-ാമത്തെ വാക്യം പറയുന്നു, കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുമെന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. എന്താ പറയണ്ടേ? ഹല്ലേലൂയ. കർത്താവ് എനിക്ക് തുണ. ഈ ലോകം മുഴുവൻ നിനക്കെതിരായിട്ട് നിന്നാലും, ഏതൊക്കെ ഭരണാധികാരികൾ നിനക്കെതിരായിട്ട് എഴുന്നേറ്റാലും, ഏതൊക്കെ രാജാക്കന്മാർ നിനക്കെതിരായിട്ട് എഴുന്നേറ്റാലും, ഹല്ലേലൂയ, ആമേൻ, ഈ ലോകത്തിലെ സകല അന്ധകാര മണ്ഡലങ്ങൾ ഒരുമിച്ച് എഴുന്നേറ്റ് നിന്ന് നിനക്കെതിരെ വാദിച്ചാലും പറയും, കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കില്ല. കാരണം ദൈവം എനിക്ക് തുണയാണെങ്കിൽ, ദൈവം എനിക്ക് അനുകൂലമാണെങ്കിൽ എന്തിനെന്നോട് പ്രതികൂലമായി നിൽക്കാൻ പറ്റും? അപ്പൊ ദൈവം അനുകൂലമല്ലെങ്കിൽ, കർത്താവ് നമുക്ക് തുണയില്ലെങ്കിൽ, ഈ പറയുന്ന എല്ലാം ഉണ്ടെന്ന് പറഞ്ഞ് ഒരു പ്രയോജനമില്ല. എനിക്കിഷ്ടം പോലെ സമ്പത്തുണ്ട്, എനിക്കിഷ്ടം പോലെ ആൾബലമുണ്ട്, എനിക്കിഷ്ടം പോലെ ഹാലേലൂയ ആമേൻ സ്തോത്രം, അധികാരികളും മറ്റു രാജാക്കന്മാരും മന്ത്രിമാരും ഒക്കെ ആയിട്ട് കാര്യമുണ്ട് എന്നെല്ലാം പറഞ്ഞാലും ഹാലേലൂയ കർത്താവ് തുണയായിട്ടില്ലെങ്കിൽ ഇതൊന്നും കൊണ്ട് ഒരു പ്രയോജനമില്ല. പക്ഷെ കർത്താവ് തുണയായിട്ടുള്ളവന് ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ദൈവം മാത്രം മതി. അല്ല, നമ്മുടെ ചില അമ്മമാരൊക്കെ ചിലരൊക്കെ പറയുന്ന വീട് പാസ്റ്ററൊക്കെ പറഞ്ഞ് എനിക്കിപ്പോഴും ചിരി വരും. പാസ്റ്ററേ, എനിക്ക് ദൈവം മാത്രമേ ഉള്ളൂ പാസ്റ്ററേ, വേറെ ആരുമില്ല പാസ്റ്ററെ, മൈക്കെടുത്തൊന്ന് കൊടുക്കാൻ തന്നു. അപ്പൊ ദൈവം കൂടെ ഉണ്ട്, പിന്നെ ബാക്കിയുള്ളവരൊക്കെ എന്തിനാ, അല്ലേ? എന്നുവെച്ചാൽ ദൈവത്തിനൊരു വിലയേ ഇല്ലാത്തതൊക്കെ പല പറയാം, എനിക്ക് ദൈവം മാത്രമേ ഉള്ളൂ, വേറെ ആരില്ല. ദൈവം ഉണ്ടെങ്കിൽ മറ്റാരും ഇല്ലെങ്കിൽ നിനക്കൊരു കുഴപ്പമില്ലെന്നേ. പക്ഷെ ദൈവമില്ലാതെ നിന്റെ കൂടെ വേറെ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. അപ്പൊ നമ്മൾ മുറുകെ പിടിക്കേണ്ടത്, നമുക്കെപ്പോഴും കൂടെ വേണ്ടുന്ന കർത്താവ് എൻ്റെ കൂടെയുണ്ട്, ഞാൻ എവിടെ പോയാലും എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ടെന്ന് അഭിമാനത്തോടെ ഉറപ്പോടെ പറയാൻ കഴിയുന്നവരായിരിക്കണം നമ്മൾ, അല്ലേ? നമ്മൾ ഒരു രോഗക്കിടക്കയിൽ കിടന്നാലും എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. ഞാൻ ഇരുട്ടിൻ്റെ അധികാരത്തിൻ്റെ കീഴിലായി ഞാനിപ്പം ആണെങ്കിലും ദൈവം എൻ്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ദൈവം നമ്മളെ കൈവിടത്തില്ല. കർത്താവ് യേശുക്രിസ്തു പറഞ്ഞ കണക്ക് ഇരുട്ടിൻ്റെ നാഴികയുണ്ട്, അവരുടെ അധികാരങ്ങൾ വെളിപ്പെടാനായിട്ട് ദൈവം അനുവദിച്ച സമയങ്ങളുണ്ട്. ആ ഇരുട്ടിൻ്റെ അധികാരം വരുമ്പോൾ ഹല്ലേലൂയ നമ്മൾ ദൈവം അതിൻ്റെ ഇടയ്ക്ക് കയറി പ്രവർത്തിക്കത്തില്ല. പക്ഷേ എന്ത് വെച്ചാൽ ദൈവം നമ്മൾ ഉപേക്ഷിച്ച് കളഞ്ഞോ? ഇല്ല. അവർക്ക് കൊടുത്തിരിക്കുന്ന സമയം വരെ അവരുടെ കരത്തിൽ നമ്മൾ കൊടുക്കും.
ദൈവം അനുവദിച്ചു കൊടുക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് അവർ ഹാലല്ലേ പലതും കൊണ്ടുവന്ന് വാദിക്കും. നമ്മുടെ ദൈവത്തെക്കുറിച്ച് പറയുന്നത് നീതിയോടെ ന്യായം വിധിക്കുന്ന നീതിയുള്ള ന്യായാധിപൻ എൻ്റെ ദൈവം. ദൈവത്തിൻ്റെ പക്കൽ അനീതി ഒന്നുമില്ല. ഹാലിയ നമ്മളെക്കുറിച്ച് ഹാലയ പിശാച് വന്നൊരു ക്ലെയിം ചെയ്യുകയാണ്. ഹാലലിയ എനിക്കിവരെ ഒന്ന് വേണം എന്ന് പറഞ്ഞ ദൈവം ഹാലലിയ അവരെ ചില സമയങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ ഉണ്ട്. നമ്മൾ യോബിനെ കാണുന്നുണ്ട്. ഏൽപ്പിച്ചു കൊടുത്തു. പക്ഷെ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ കണ്ണ് യോബിന്റെ മേൽ നിന്ന് പോയിരുന്നോ? പോയെങ്കിൽ ഒരിക്കലും യോബിന്റെ സുഹൃത്തുക്കൾ വന്നിട്ട് ഹാലയിലെ യോബിനെ ആശ്വസിപ്പിക്കാന്ന് പറഞ്ഞ സുഹൃത്തുക്കൾ ഹാലയിൽ പറയുന്ന സംസാരങ്ങൾ മുഴുവൻ ദൈവം ശ്രദ്ധ വെച്ച് കേൾക്കത്തില്ലായിരുന്നു. പക്ഷെ ദൈവം ലാസ്റ്റ് പറയുന്നത് നിങ്ങൾ വിഹിതമായത് എൻ്റെ യോബ് ഹാലയിലെ അവൻ്റെ അടുക്ക് നിങ്ങൾ വന്ന് നിങ്ങൾ വിഹിതമായതല്ല സംസാരിച്ചത്. അപ്പോൾ ആ സംസാരിച്ചത് പോലും ശ്രദ്ധിച്ച് കേട്ട ദൈവമാണ് നമ്മുടെ ദൈവം. യോബിനെ പിശാചിന്റെ കയ്യിലേക്ക് കൊടുത്തേക്ക് പരീക്ഷിക്കാൻ ഇട്ട് കൊടുത്ത് ഇനി അവൻ പരീക്ഷിക്കട്ടെ, ഞാൻ എൻ്റെ വഴി നോക്കട്ടെ എന്നാ ദൈവം പറഞ്ഞു. അല്ല, അവിടെ വന്ന സുഹൃത്തുക്കൾ ഹാലൂയ അവർ പറഞ്ഞ സംസാരങ്ങൾ പോലും സകലം ശ്രദ്ധ വെച്ച് കേട്ട ദൈവമാണ്. ഹാലൂയ നമ്മുടെ വചനത്തിൽ പറയും യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിച്ച് യഹോവയെ ശ്രദ്ധ വെച്ച് കേട്ടു എന്ന് എഴുതിയിരിക്കുന്നത് വെറുതെ എഴുതേക്കുന്നില്ല. അതുപോലെ യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിക്കുന്നത് മാത്രമല്ല, അല്ല ആരൊക്കെ എവിടെയൊക്കെ എന്തൊക്കെ സംസാരിച്ചാലും അത് ശ്രദ്ധ വെച്ച് കേൾക്കുന്ന ദൈവമാണ്. ചില അവിശ്വാസികളായിട്ടുള്ളവരോ അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ ചോദിക്കും പിന്നെ ദൈവത്തിന് വേറെ പണിയൊന്നുമില്ലേ, എപ്പോഴും നിങ്ങൾ പറയുന്നത് കേട്ടോ, നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാനാണ് അവിടെ ഇരിക്കുന്നത്. ദൈവത്തിന് വേറെ ഇത്രയും കോടിക്കണക്കിന് ജനങ്ങളുടെ കാര്യമൊന്നുമില്ലെന്ന്. പക്ഷെ എൻ്റെ ദൈവം ഞാനൊരു വാക്ക് പറഞ്ഞാൽ അതും കേൾക്കുന്ന ദൈവമാണ്. എത്ര കോടിക്കണക്കിന് ആൾക്കാരുണ്ടെങ്കിലും നമ്മൾ പറയുന്നതെല്ലാം ശ്രദ്ധ വെച്ച് കേൾക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അല്ലേ? നമ്മൾ ചിലപ്പം ശബ്ദം പോലും ഉണ്ടാകത്തില്ല, ഹൃദയം നിന്ന് സംസാരിച്ച പോലും അതുപോലും കേൾക്കുന്ന വാക്കുകളായിട്ട് പുറത്ത് വരാതെ പോലും പിശാചിനും ബാക്കി സകല ആൾക്കാർക്കും ഞാൻ വായ തുറന്ന് പറഞ്ഞാൽ മാത്രം കേൾക്കുന്നെങ്കിൽ എൻ്റെ ദൈവം ഞാൻ വാ തുറന്ന് പറഞ്ഞില്ലെങ്കിൽ പോലും എൻ്റെ ഹൃദയത്തിൽ വരുന്നത് പോലും കേൾക്കുകയും അതിനെ അറിയുകയും ചെയ്യുന്ന ദൈവമാണ്. ആ ദൈവം നമുക്ക് തുണയായിട്ടുണ്ടെന്നാ പറയുന്നത്. ഇവിടെ പറയുന്നത് ഞാൻ കർത്താവ് എനിക്ക് തുണ. എന്നിട്ട് പറയുന്നത് ഞാൻ പേടിക്കയില്ല. അപ്പൊ ഭയം വരുന്ന ആർക്കാണ് ഭയം വരുന്നത്? കർത്താവ് തുണയാന്ന് ഒന്നിൽ തിരിച്ചറിയാത്തവർക്ക് അല്ലെങ്കിൽ അല്ലാത്തവർക്ക്, അല്ലേ? ഹല്ലേലൂയ. അപ്പൊ ഞാൻ ഏതെങ്കിലും കാലത്ത് എനിക്ക് ഭയങ്കര പേടിയാകുന്ന സിസ്റ്റർ, എനിക്ക് ഭയങ്കര ഭയമാകുന്ന, അതിനെക്കുറിച്ച് എനിക്ക് ഭയങ്കര ടെൻഷനാകുന്ന ഞാൻ പറയുന്നെങ്കിൽ കാരണം എനിക്ക് തുണയാ നിൽക്കുന്ന ദൈവത്തെ ഞാൻ തിരിച്ചറിയാത്തതാ കാരണം. അതിന്റെ കുഴപ്പം ദൈവത്തിന്റെ അല്ല, നമ്മുടേതാണ് കുഴപ്പം. ഹാലേലിയ. അപ്പൊ എനിക്ക് തുണയായി നിൽക്കുന്ന എൻ്റെ ദൈവത്തെ ഞാൻ തിരിച്ചറിയുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഏത് സാഹചര്യത്തിൽ പോയാലും ഞാൻ ഭയപ്പെടത്തില്ല. ആമേൻ. ഹാലേലിയ. എന്തൊക്കെ പ്രതിസന്ധികൾ എൻ്റെ ജീവിതത്തിലേക്ക് കയറി വന്നാലും ഹാലേലിയ ഞാൻ അവിടെയൊക്കെ പാനിക് ആകത്തില്ല. കാരണം എന്താട്ടെ എനിക്കറിയാം ശക്തനാക്കുന്നവൻ എൻ്റെ കൂടെയുണ്ട്. ഹാലേലുയ. എൻ്റെ ശക്തിയിലല്ല ഞാൻ നടക്കുന്നത്. ഈ കഴിഞ്ഞ 8 മാസക്കാലം നമ്മളെ ദൈവം നടത്തി. ഹാലേലൂയ. ഈ നടന്ന് നമ്മുടെ കഴിവിലാണോ, നമ്മുടെ മിടുക്കിലാണോ? അല്ല. ഓരോരുത്തർ രോഗികളായി ഹോസ്പിറ്റലിൽ കിടക്കുകയും ഒരു നേരത്തെ ഒന്ന് ശ്വസിക്കാൻ പോലും കഴിയാതെ ഓക്സിജൻ സപ്പോർട്ട് കൊണ്ട് നടക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ദൈവം ഇതൊന്നുമില്ലാതെ ദൈവം ഫ്രീ ആയിട്ട് തരുന്ന ഓക്സിജനൊക്കെയാണ് നമ്മൾ ശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ഹാലേലിയ. വെന്റിലേറ്ററിലും ICUയിൽ കിടക്കുന്നവർക്ക് അറിയാം ഒരു ദിവസം കിടക്കുന്ന ഓക്സിജനൊക്കെ വെച്ച് എത്ര ബില്ല് കൊടുക്കണമെന്നറിയാം. പക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അതൊന്നുമില്ലാതെ നമ്മുടെ കഴിവിൽ നമ്മളെക്കാട്ടി ആരോഗ്യമുള്ളവരായിരിക്കും, നമ്മളെക്കാട്ടി സൗന്ദര്യമുള്ളവർ, നമ്മളെക്കാട്ടി വിദ്യാഭ്യാസം സമ്പത്തും എല്ലാം ഉള്ളവരായിരിക്കും ചിലപ്പോൾ അവിടെ കിടക്കുന്നത്. ഞാൻ കേട്ടിട്ടുണ്ട് നമ്മുടെ ഈ അസീസിയ മെഡിക്കൽ കോളേജിൻ്റെ ഓണർ ഹാലേലിയ എത്രയോ വർഷങ്ങളായിട്ട് കോമാ സ്റ്റേജ് കിടക്കുക. കാരണം അദ്ദേഹത്തിന് ആ ഹോസ്പിറ്റലിൽ ഇല്ലാഞ്ഞിട്ടാണോ, ഡോക്ടേഴ്സ് ഇല്ലാഞ്ഞിട്ടാണോ, ഏറ്റവും അവിടെ മെഡിക്കൽ കോളേജാണ് ഹാലയില്, ഒത്തിരി സ്റ്റുഡൻസ് പഠിക്കാം, അത്രയും ഇതുള്ള അത് സ്ഥാപിച്ച മനുഷ്യൻ കോമയിൽ കിടക്കുക. എന്താ കാര്യം? ഇപ്പം ഇതൊക്കെ വെച്ച് മനസ്സിലാക്കണം. സമ്പത്തല്ല, ആൾബലമല്ല, നമുക്കുള്ള അധികാരമല്ല, നമ്മൾ ബലത്തോടും ആരോഗ്യത്തോടും നടക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. ഓരോ ദിവസവും ഉണർന്നെഴുന്നേൽക്കാൻ തരുന്ന ദൈവത്തിൻ്റെ കൃപയ്ക്ക് നമ്മൾ നന്ദി പറയണം. ഒരു ദിവസം വൈകുന്നേരമാകുമ്പോഴേ രാത്രി നമ്മൾ ഉറങ്ങാൻ പോയി ഇന്ന് രാവിലെ തുടങ്ങി ഈ നേരം വരെ നമ്മളെ കാത്ത് പരിപാലിച്ച ദൈവത്തിന് നന്ദി പറയണം നമ്മൾ. ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾക്ക് ഒന്ന് എഴുന്നേൽക്കാൻ കഴിയുന്നെങ്കിൽ, നടക്കാൻ കഴിയുന്നെങ്കിൽ, സംസാരിക്കാൻ കഴിയുന്നെങ്കിൽ, കാണാൻ കഴിയുന്നെങ്കിൽ ഇതിനൊക്കെ നമ്മൾ നന്ദി പറയണം. ഇതൊക്കെ നമ്മൾ മറന്നു പോകുന്ന കാര്യമാണ്. നമുക്കെന്തെങ്കിലും ഒത്തേന്ന് പ്രാർത്ഥിച്ച്
എന്തെങ്കിലും കിട്ടാത്ത കാര്യങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ നന്ദി പറയും. ഓ, ദൈവം എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്ത് നല്ലവനായിരുന്നു, വല്ലഭനായിരുന്നു എന്നൊക്കെ പറയും. ഹാലലിയ. പക്ഷേല് ഒരു ദിവസം ആരുടെയും പരസഹായം ഇല്ലാതെ എഴുന്നേറ്റ് നടന്ന് നമുക്ക് അന്നന്നത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ അതിന് ദൈവത്തിന് നന്ദി പറയണം. കാരണം അതിന് കൃപ തരുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ പറയും, കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യാൻ കഴിയും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. അപ്പം ഇത് പറയണമെങ്കിൽ ഹല്ലേലൂയ എങ്ങനെയായിരിക്കണം നമ്മൾ നടക്കേണ്ടതെന്ന് 1 തുടങ്ങിയിട്ട് 4 വരെയുള്ള വാക്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ 1 തുടങ്ങി 4 വരെയുള്ള വാക്യങ്ങൾ പാലിക്കുന്നവർക്കാണ് ഹല്ലേലൂയ എന്താ പറയുക, ദൈവം ഹല്ലേലൂയ 5-ാം വാക്യത്തിൽ ആദ്യം, നിങ്ങൾ ദ്രവ്യാഗ്രഹം ഇല്ലാതെ നടക്കുന്നവർക്ക്, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവർക്കുമാണ് ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുമില്ല ദൈവം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ദൈവം തുണയായിരിക്കും. അപ്പം നമുക്ക് ദൈവം തുണയായി നടക്കണമോ അതോ നമ്മുടെ ഇഷ്ടത്തിന് നടക്കണമോ എന്ന് നമ്മൾ ആലോചിക്കുക. ദൈവം എനിക്ക് തുണയാൻ നിൽക്കണമെങ്കിൽ ഹാലേ അർഹതയില്ലാത്ത ഒന്നും എൻ്റെ കരത്തിലേക്ക് വരാൻ ആഗ്രഹിക്കല്ലേ. ഹാല അതിപ്പോൾ മക്കളുടേതാണെങ്കിലും ഭർത്താവിൻ്റെ ആണെങ്കിലും മറ്റാരുടെ ആണെങ്കിലും ഞാൻ പറയാം, അർഹതയില്ലാത്ത ഒന്നും ഹാലില് നമ്മൾ കരത്തിലേക്ക് എടുത്തു വെക്കാൻ ആഗ്രഹിക്കരുത്. ഹല്ലേലൂയ. അർഹതപ്പെട്ടത് മാത്രം മനസ്സോടുകൂടി നമ്മുടെ കയ്യിലേക്ക് ആരെങ്കിലും തരുന്നെങ്കിൽ മാത്രം അത് മാത്രം നമ്മൾ മേടിച്ച് വെക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാത്തതൊക്കെ വേണ്ടാതെ തന്നെ പറയാനായിട്ട് പഠിക്കണം. എന്നിട്ട് പറയുന്ന അവിടെ കർത്താവ് നമുക്ക് തുണ. അപ്പോൾ ദൈവം നമുക്ക് മറ്റാര് തുണയില്ലെങ്കിലും ദൈവം നമുക്ക് തുണയായിട്ടുണ്ടെങ്കിൽ അത് മതി. അതാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഈ മാസത്തിൽ നമ്മൾ ഈ സെപ്റ്റംബർ മാസം 1-ാം തീയതി നമ്മൾ എന്താ പറയണ്ടേ? കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല, മനുഷ്യനോട് എന്ത് ചെയ്യാൻ കഴിയും? ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കത്തില്ല. ജോഷിയുടെ ദൈവം പറഞ്ഞത് എന്താ? നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യൻ നിന്റെ നേരെ നിൽക്കത്തില്ല, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഹല്ലേലൂയ. അപ്പൊ ദൈവം കൂടെ ഇരുന്നാൽ ഈ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യൻ നിന്റെ നേരെ നിൽക്കത്തില്ല. അപ്പൊ ദൈവം കൂടെ ഇരുന്ന് നമ്മുടെ മുമ്പിൽ ആരും നിൽക്കാൻ കഴിയാതെ വേണം. ഒരു ശത്രുവിനെ നമ്മുടെ മുമ്പിൽ നിന്നിട്ട് ഒരു അന്ധകാര മണ്ഡലം നമ്മുടെ മുമ്പ് ജയിക്കാൻ കഴിയാതെ നമുക്ക് ജയത്തോട് മുൻപോട്ട് പോകാൻ വേണ്ടിയിട്ട് ഈ വചനത്തെ ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. ഈ മാസക്കാലം നിങ്ങളെല്ലാം കർത്താവ് തുണയായി നിന്ന് തന്നെ നടത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഗോഡ് ബ്ലെസ് യു.